സിനിമാ മേഖലയിലെ എല്ലാ കുഴപ്പങ്ങൾക്കും പരിഹാരം കണ്ടു തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് പോലീസ് തലപ്പത്ത് ഉന്നതതല യോഗം ചേർന്ന് എടുത്ത തീരുമാനം ഇതാണ്: ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പരാതികൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും. പ്രത്യേക അന്വേഷണ സംഘം നമുക്കറിയാം, മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് സിനിമാ മേഖലയിലെ പരാതികളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പോൾ തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റ് 7 നടന്മാർക്കെതിരെയുമുള്ള പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളുകളൊക്കെ രാജിവെച്ചു, മോഹൻലാൽ വരെ രാജിവെച്ചു. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ ഒരു അഴിച്ചുപണി അല്ലെങ്കിൽ ഒരു ശുദ്ധികലശം മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. പോലീസ് അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം ശ്രീ പൃഥ്വിരാജും അതുപോലെ തന്നെ മറ്റ് ആളുകളുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. കാരണം അന്വേഷണമില്ലാതെ വെറും ആരോപണത്തിൻ്റെ നിഴലിൽ ആളുകളെ വേട്ടയാടുന്നത് ശരിയല്ല എന്ന് തന്നെയായിരുന്നു അവരുടെ തീരുമാനം. എന്നാൽ ഇങ്ങനെ വെള്ളിത്തിര ആളിക്കത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതൊക്കെ കണ്ട് വളരെയധികം രസിക്കുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വ്യാജമായ ചില വാർത്തകളുമൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നടി ആശാ ശരത്ത് നടൻ സിദ്ദിഖിനെതിരെ മുമ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും അവർ സെറ്റിൽ വഴക്കുണ്ടായിട്ടുണ്ടെന്നുമൊക്കെ ചില ആരോപണങ്ങൾ, ചില വ്യാജ സൃഷ്ടികൾ. അതിന് നടി ആശാ ശരത്ത് തന്നെ രംഗത്തെത്തി അവർ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. നടൻ സിദ്ദിഖുമായി അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, തന്നെ സ്നേഹിക്കുകയും തന്നെ വളരെയധികം കെയർ ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യനാണ് സിദ്ദിഖ് എന്നാണ് ആശാ ശരത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് എന്തുമാകട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിക്കാനുണ്ടായ സാഹചര്യം, ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ. അമ്മ എന്ന സംഘടന വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനും അതിന് മറുപടി പറയുന്നതിനും കാലതാമസമുണ്ടായി എന്ന പൊതുവേ പരാതി ഉണ്ടായിരുന്നു. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെച്ചു. അതുപോലെ തന്നെ തുടർന്നുണ്ടായ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് വരാനിരുന്ന ബാബുരാജിനെതിരെ ആരോപണം വന്നു. അങ്ങനെ ആകെ കുഴപ്പത്തിലായപ്പോഴാണ് ഈ ആളുകളൊക്കെ രാജിവെക്കാൻ ഓൺലൈനായി ചേർന്ന യോഗം തീരുമാനിച്ചത്. ഇന്ന് അമ്മ ഓഫീസിൽ പ്രത്യേക എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പ്രസിഡന്റ് മോഹൻലാൽ സ്ഥലത്തില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടും ഇന്ന് യോഗം നടക്കില്ല എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ സംഭവങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന മണം സിനിമാക്കാർക്ക് ലഭിച്ചു. സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ കൈപ്പിടിയിലല്ല. ഇപ്പോൾ ജനങ്ങൾ അവരെയൊക്കെ സംശയത്തിൻ്റെ നിഴലിലാണ് നിർത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ, ചാനലുകൾ തുറന്നാൽ, എന്നിട്ട് എവിടെയും സിനിമാക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ. സിനിമാ മേഖല ഇത്ര ദുഷിപ്പൻ ഏർപ്പാടാണോ എന്ന് സംശയിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറുപടികളും ഒക്കെയായി നിറയുകയാണ് ഈ മീഡിയ മുഴുവൻ. ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ കമൻറ്റ് വരുന്നു. സുരേഷ് ഗോപിയെ BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം തള്ളിപ്പറയുന്നു. മുകേഷിൻ്റെ രാജിയാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറയുന്നു. സുരേഷ് ഗോപി മുകേഷിനെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളും നടക്കുന്നുണ്ട്. ശരിക്കു പറഞ്ഞാൽ അഭ്രപാളികളിൽ ഉണ്ടായ ആളിക്കത്തലിന് ഒരു ശമനമാകും പോലീസിൻ്റെ അന്വേഷണ നടപടികൾ. പോലീസ് എന്തു വന്നാലും ആരോപണം ഉന്നയിച്ച ആളുകളുടെ മൊഴിയെടുക്കും. ആരോപണ വിധേയരെ അവർ ചോദ്യം ചെയ്യും. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് നോക്കും. മിക്കവാറും എല്ലാ സംഭവങ്ങളും വർഷങ്ങൾക്ക് മുമ്പെയൊക്കെ നടന്നതായതുകൊണ്ട് തന്നെ തെളിവുകളൊന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ലൈംഗിക ചുവയുള്ള ആരോപണങ്ങളാണെങ്കിൽ പോലും ലൈംഗിക പീഡനം നടന്നതായി സമർത്ഥിക്കുന്നില്ല. തൊട്ടില്ല, പിടിച്ചു, കെട്ടിപ്പിടിച്ചു, കയറി പിടിച്ചു, ഉമ്മ വച്ചു, അശ്ലീല സംസാരം, അശ്ലീല ഭാഷ പ്രയോഗിച്ചു എന്നൊക്കെ തരത്തിലുള്ള പരാതികളാണ് വരുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാതികൾക്ക് അതിനനുസരിച്ചുള്ള നടപടികളാകും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് ഇതുവരെ അറിയാൻ കഴിയുന്നത്. പോലീസ് അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാർക്ക് എതിരെയുള്ള നടപടികൾ പോലെ തന്നെ, അല്ലെങ്കിൽ കുറ്റാരോപിതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് പോലെ തന്നെ പ്രധാനമാണ് കുറ്റം ആരോപിക്കുന്നവർക്കുണ്ടാകുന്ന സ്ഥാനചലനങ്ങളും അല്ലെങ്കിൽ നിലപാട് മാറ്റവും, അല്ലെങ്കിൽ ഇത് പറഞ്ഞത് ശരിയായിരുന്നില്ല എന്ന തിരിച്ചറിവുമൊക്കെ ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.